بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى أما بعد സൂറത്തുൽ അൻകബൂത്ത് 1 മുതൽ 4 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്തത്. ഈ ആയത്തുകളിൽ പാരായണപരമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട നിയമങ്ങൾ അഹ്കാമുത് തിലാവ സൂചിപ്പിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മി ഓതുമ്പോൾ റാഇന് തഫ്ഖീം കൊടുക്കുക എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഹ വ്യക്തമായി അതിന്റെ മഖ്റജിൽ നിന്നും ഉച്ചരിക്കണം എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അർ റഹീം എന്ന മക്സൂറത്തായ ഹ, കസ്റ നൽകപ്പെട്ട ഹ, റഹീം എന്ന് വ്യക്തമായി തന്നെ ഉച്ചരിക്കണം. പലപ്പോഴും അത് റഹീം എന്ന് ഓതി പോവാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എല്ലാ അക്ഷരവും അതിന്റെ കൃത്യമായ മഖ്റജിൽ നിന്ന് വ്യക്തമായി ഉച്ചരിക്കണം എന്നതാണ് സൂചിപ്പിക്കുവാനുള്ളത്. ശേഷം ഒന്നാമത്തെ വചനം അലിഫ് ലാം മീം. ഇവിടെ ലാം എന്നതിൽ നൽകപ്പെടുന്ന ദീർഘത്തിന്റെ പേരാണ് മദ് ലാസിം മുസഖൽ കലിമി. അൽ മദ്ദുൽ ലാസിമുൽ മുസഖലുൽ കലിമിയു അല്ലെങ്കിൽ മദ് ലാസിം മുസഖൽ കലിമി. ലാസിം എന്നാൽ ദീർഘാക്ഷരത്തിന് ശേഷം സ്ഥിരപ്പെട്ട സുകൂൻ ഉള്ള ദീർഘം. ലാസിം എന്നാൽ ദീർഘാക്ഷരത്തിന് ശേഷം സ്ഥിരപ്പെട്ട സുകൂൻ ഉണ്ടാകുമ്പോൾ അവിടെ നൽകപ്പെടുന്ന ദീർഘമാണ് ലാസിം. മുസഖൽ എന്നാൽ ശേഷം മുശദ്ദദത്തായ അക്ഷരമുണ്ടെങ്കിൽ ശബ്ദ നൽകപ്പെടുന്ന അക്ഷരമാണ് തൊട്ടു ശേഷമുള്ളതെങ്കിൽ അവിടെ മുസഖൽ എന്ന ഒരധിക നാമം കൂടി അതിന് വരുന്നു. കലിമി എന്നാണ് ഞാൻ പറഞ്ഞെങ്കിൽ തിരുത്തുന്നു. കലിമി അല്ല, ഹർഫിയാണ്. സോറി, മദ് ലാസിം മുസഖൽ ഹർഫിയാണ്. കലിമി എന്ന് പറഞ്ഞു പോയെന്ന് തോന്നുന്നു. ഏതായാലും തിരുത്തുക. കലിമിയല്ല, മറിച്ച് ഹർഫി. മദ് ലാസിം മുസഖൽ ഹർഫി എന്നാണ് ഈ ദീർഘത്തിന്റെ പേര്. അപ്പോൾ മുസഖൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഹർഫി എന്ന് പറഞ്ഞാൽ ഇത് അക്ഷരമാണ്. ലാം എന്ന ഒരു അക്ഷരം ഒരു ഹർഫാണ് എന്നതുകൊണ്ടാണ്. എന്നാൽ ഇങ്ങനെ അല്ലാതെ കലിമത്തിൽ വരുന്ന ദീർഘമുണ്ട്. വലദ്ദാല്ലീൻ എന്നത് കലിമത്താണ്, ഒരു പദമാണ്. അപ്പോ അതിന് കലിമി എന്ന് അവിടെ പറയും. ഇവിടെ അക്ഷരമായതുകൊണ്ട് ഹർഫി എന്ന് പറയുന്നു. ഇവിടെ എന്താണ് മുസഖൽ ഹർഫി എന്ന് പറയാൻ? ശേഷമുള്ള മീമിന്മേൽ ശ്രദ്ധ വരുന്നു. ഉച്ചാരണത്തിൽ മീമിന് ശ്രദ്ധ വരികയും ഉന്നത്ത് നൽകപ്പെടുകയും ചെയ്യും എന്നതുകൊണ്ടാണ് അതിന് ലാമിന്റെ ദീർഘത്തിന് മുസഖൽ എന്ന് പേര് പറയുന്നത്. അതുപോലെ ഹർഫി. അപ്പോൾ 6 ഹറക്കത്തിന്റെ അളവിൽ ഈ ദീർഘം നൽകൽ നിർബന്ധമാണ്. ലാം ശേഷം മീമാണ്. ആ മീമിന് ഇതിന്റെ മീം, ലാമിന്റെ അന്ത്യത്തിൽ ഉച്ചരിക്കുന്ന മീം അടുത്ത മീമിലേക്ക് ലയിപ്പിച്ച് മുശദ്ദദത്തായ ശബ്ദ നൽകപ്പെട്ട ഒറ്റ മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അപ്പോൾ ഉന്നത്തും കൂടി അവിടെ വരുന്നു. ലാം മീം. ഇതേപോലെ തന്നെയാണ് മീം എന്നതിലെ ദീർഘവും. പക്ഷെ ഒരു വ്യത്യാസം, മുസഖലല്ല മുഖഫഫാണ്. കാരണം അതിനുശേഷം മറ്റൊരു മുശദ്ദദത്തായ ശബ്ദ നൽകപ്പെട്ട അക്ഷരമില്ല എന്നതുകൊണ്ട്. അപ്പോൾ മീമിന്റെ മീം എന്നതിലെ ദീർഘത്തിന്റെ പേരാണ്
അൽ മദ്ദുൽ ലാസിമുൽ മുഖഫഫ് അൽ ഹർഫി, മദ് ലാസിം മുഖഫഫ് ഹർഫി എന്ന്. ഒന്ന് മുസഖലാണ്, മറ്റേത് അതിന്റെ വിപരീതമായ മുഖഫഫാണ്. അപ്പോൾ ഈ രണ്ട് ദീർഘങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 6 ഹറക്കത്തിന്റെ അളവിൽ 6 മാത്ര ദീർഘം നൽകൽ നിർബന്ധമാണ്. ഇതാണ് പ്രത്യേകം സൂചിപ്പിക്കുവാനുള്ളത്. ഇപ്രകാരം ദീർഘം നൽകപ്പെടുന്ന മറ്റ് അക്ഷരങ്ങളുമുണ്ട്. ആകെ 29 സൂറത്തുകളുടെ തുടക്കത്തിലാണ് ഇപ്രകാരം ഹർഫുകൾ കൊണ്ട് ആരംഭിക്കുന്നതായിട്ടുള്ളത്. കേവല അക്ഷരങ്ങൾ കൊണ്ട്, ഹുറൂഫ് മുഖത്താ എന്ന് പറയപ്പെടുന്ന അക്ഷരങ്ങളെ കൊണ്ട് ആരംഭിക്കുന്ന 29 സൂറത്തുകളാണുള്ളത്. അതിൽപ്പെട്ട ഒരു സൂറത്താകുന്നു സൂറത്തുൽ അൻകബൂത്ത്. നമുക്കറിയാവുന്നതുപോലെ ബഖറ, ആലി ഇമ്രാൻ, അതുപോലെ ലുഖ്മാൻ, സജ്ദ തുടങ്ങിയ സൂറത്തുകളൊക്കെ അലിഫ് ലാം മീം എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നവയാണ്. നമ്മൾ ഇപ്പോൾ ഓതിക്കഴിഞ്ഞ സൂറത്തുർ റൂം അതും അങ്ങനെ തന്നെ. അപ്പോൾ ഇവിടെ അലിഫ് ലാം മീം എന്ന് 6 മാത്ര ദീർഘം നൽകൽ നിർബന്ധമാണ്. അഹസിബന്നാസു, നൂൻ മുഷദ്ദദയെ മണിക്കണം. ശബ്ദമുള്ള നൂനിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അഹസിബന്നാസു അൻ യുത്റകൂ, സാക്കിനത്തായ നൂനിന് ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി യായിലേക്ക് ലയിപ്പിച്ച്, ഭാഗികമായി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന. അൻ യുത്റകൂ, യുത് എന്ന് പറയുമ്പോൾ തായിന് ഹംസ്, ഷിദ്ദ തുടങ്ങിയ സിഫത്തുകളാണുള്ളത്. യുത്റകൂ എന്ന് ഖൽഖല വരരുത്. യുത്റകൂ, യുത്റകൂ. റായിന് തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ച റായിന് ഉച്ചരിക്കണം. അപ്പോൾ അൻ യുത്റകൂ, അൻ യുത്റകൂ, അൻ യഖൂലു, യുത്റകൂ. ഈ ദീർഘമാകട്ടെ മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. വാവിന് 4 or 5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘം നൽകൽ അനുവദനീയമാണ്. ശേഷം അടുത്ത പദത്തിന്റെ ആരംഭത്തിൽ ഹംസ വന്നു എന്നതാണ് ഇതിനുള്ള കാരണം. അൻ യഖൂലു, ഇവിടെയും ഇദ്ഗാം ബിഗുന്ന, യായിലേക്ക് നൂനിനെ ലയിപ്പിച്ച് മണിക്കുക, നാഖിസ്. അൻ യഖൂലു ആമന്ന, യഖൂലു എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസ്, നേരത്തെ വന്ന അതേ ദീർഘം തന്നെ. 4 or 5 ഹറക്കത്തിന്റെ അളവിൽ വാവിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ആമന്ന, നൂൻ മുഷദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ആമന്ന വഹും ലാ യുഫ്തനൂൻ, വഹും ലാ, സാക്കിനത്തായ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. ലാ യുഫ്തനൂൻ, വഹും ലാ യുഫ്തനൂൻ, അല്പം പോലും മണിച്ചു പോകരുത്. വലഖദ് ഫതന്ന, വലഖദ്, ഖാഫിന് തഫ്ഖീം കൊടുക്കണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഖാഫിന് മാത്രമേ തഫ്ഖീമുള്ളൂ. കഴിഞ്ഞ വചനങ്ങളിലൊക്കെയും തന്നെ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു, ബിസ്മിയിലും ഒക്കെ തന്നെ. ഈ തഫ്ഖീമിന്റെ ഹർഫുകൾ ഒഴിച്ച് മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വരരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെയും അങ്ങനെ. വലഖദ്, ഖാഫിന് തഫ്ഖീം നൽകണം, ഇസ്തിഅലാന്റെ ഹർഫാണ്. ദാലിന് ചേർത്ത് വായിക്കുക ആയതുകൊണ്ട് ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹർക്കത്ത് പോലെ ചലിപ്പിക്കണം. വലഖദ് ഫതന്ന, നൂൻ മുഷദ്ദദ, ശബ്ദ നൽകപ്പെട്ട നൂൻ വീണ്ടും വരുന്നു, മണിക്കുക. ഫതന്നല്ലദീന, അവിടെ 2 സുക്കൂനുകൾ ഒരുമിച്ച് വരുന്നത് കൊണ്ടാണ് ഫതന്ന എന്ന അലിഫ് കളയപ്പെടുന്നത്, ഇൽതിഖാ സാക്കിനീന്റെ പരിഹാരമായി. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, സാക്കിനത്തായ നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മണിച്ചുകൊണ്ട് മറച്ച് മണിച്ചുച്ചരിക്കണം. ശേഷം ഖാഫ് വന്നിട്ടുണ്ട്. തഫ്ഖീം ചെയ്യേണ്ട ഇസ്തിഅലാന്റെ ഹർഫാണ് ഖാഫ് എന്നതുകൊണ്ട് സാക്കിനത്തായ നൂനിന്റെ മണിക്കലിലും തഫ്ഖീം വേണം.
മിൻ ഖബ്ലിഹിം ഖബ്ലിഹിം ബായിന് ഖൽഖല സുഗ്റ നൽകി സുകൂൻ ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കി ഉച്ചരിക്കണം. ഖബ്ലിഹിം മിൻ ഖബ്ലിഹിം فليعلمن الله الذين صدقوا فليعلمن നൂൻ മുഷദ്ദദ ആവർത്തിച്ചു വരുന്നു, മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. അല്ലാഹു എന്ന ഇസ്മുൽ ജലാലയിൽ ലാമിനെ തഫ്ഖീം ചെയ്ത് ശബ്ദം ഹറക്കത്ത് പോലെ ശബ്ദം പെരുപ്പിച്ചുകൊണ്ട് ശബ്ദഭാരത്തോടുകൂടി ഉച്ചരിക്കണം. ഫലയഅലമന്നല്ലാഹു ലാമിന്റെ മഖ്റജിൽ മാറ്റം വരാൻ പാടില്ല, സൂചിപ്പിച്ച കാര്യമാണ്. മഖ്റജിൽ യാതൊരു മാറ്റവുമില്ല, മറിച്ച് തഫ്ഖീം എന്ന സിഫത്ത് മാറുന്നു എന്ന് മാത്രം. ഇവിടെ തഫ്ഖീം നൽകപ്പെടുന്നു ലാമിന് എന്നതാണ് പ്രത്യേകത. ഫലയഅലമന്നല്ലാഹു الذين صدقوا സ്വാദിന് തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ച് സ്വാദിനെ ഉച്ചരിക്കുക. ദാലിന് തഫ്ഖീം വരാതെ ശ്രദ്ധിക്കുക. വീണ്ടും ഖാഫ് വരുന്നു, അതിനും തഫ്ഖീം കൊടുക്കണം. صدقوا വലയഅലമന്നൽ കാദിബീൻ നൂൻ മുഷദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. വലയഅലമന്ന ശബ്ദ നൽകപ്പെട്ട നൂനിനെ ഉന്നത്ത് നൽകുക. അൽ കാദിബീൻ കാഫിന് ഇസ്തിഫാലിന്റെ ഹർഫായതുകൊണ്ട് തർക്കീഖാണ്. അതുപോലെ ഷദീദായ മഹ്മൂസായ അക്ഷരമാണ്. അൽ കാദിബീൻ ഇതുവരെയുള്ള എല്ലാ ഹർഫുകളിലും തഫ്ഖീമിന്റേതൊഴിച്ച് മറ്റെല്ലാറ്റിനും തർക്കീഖ് നൽകണം എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. أم حسب الذين يعملون السيئات أم حسب ساكنة تاميمنا إظهار شفوي നൽകി മണിക്കാതെ വെളിവാക്കുക. ഹ വ്യക്തമാക്കി അതിന്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. الذين يعملون ഐന് വ്യക്തമായി മഖ്റജിൽ നിന്നും ഉച്ചരിക്കുക. يعملون السيئات യാ വ്യക്തമായി ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. സയ്യിആത്ത് എന്നൊരു കടുപ്പം കൂട്ടി ജീമു പോലെ ഒന്നും ആയി പോകരുത്. അസ്സയ്യിആതി അൻ യസ്ബിഖൂന അൻ എന്ന സാക്കിനത്തായ നൂൻ യായിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന നാഖിസ്. യസ്ബിഖൂന നാൻ അധികം നീട്ടണ്ട. വഖഫിന് ആയാലും വസ്ലിലായാലും രണ്ട് ഹറക്കത്തിന്റെ അളവിൽ കൂടുതൽ അവിടെ ദീർഘിപ്പിക്കുകയില്ല. സാഅ മാ യഹ്കുമൂൻ സാഅ ഈ ദീർഘമാകട്ടെ മദ് മുത്തസിൽ വാജിബ് എന്ന ദീർഘമാണ്. അലിഫിനെ നിർബന്ധമായും 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കണം. ശേഷം ഹംസ ഒറ്റ പദത്തിലായി ചേർന്ന് വന്നതുകൊണ്ടാണ് ഈ ദീർഘം വന്നിട്ടുള്ളത്. മുത്തസിൽ എന്ന് പേര് പറയുന്നത്. മദ് മുത്തസിൽ വാജിബ്. മാ യഹ്കുമൂൻ ഹ വ്യക്തമാക്കി ഉച്ചരിക്കുക. റിഖ്വായ അക്ഷരമാണ്, അതോടൊപ്പം ഹൽക്കിന്റെ അക്ഷരമാണ്. യഹ്കുമൂൻ യഹ്കുമൂൻ എന്ന് വ്യക്തമാക്കുക. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون. ولقد فتنا الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن
الكاذبين أم حسب الذين يعملون السيئات أن يسبقونا ساء ما يحكمون